Next, we are moving to the felicitation speech by Mr. Moidu Elia, General Secretary of Beckal International School. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ബെഫിക്കോ MD-യുമായ MC അനീഫ സാഹബ്, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബെഫിക്കോ ചെയർമാൻ മെഹമ്മൂദ് അഫ്സര, ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ പ്രിൻസിപ്പൽ, മറ്റു ഡെസ്കിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളെ, മറ്റു അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും ഈ ഒരു സുദിനത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് പ്രസംഗിക്കാൻ പറ്റിയ ഒരു സമയമല്ല എന്നത് കണ്ടതുകൊണ്ടാണ് വളരെ ആസൂത്രിതമായിട്ട് നമ്മൾ 5:15 തന്നെ പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്തു. പക്ഷേ രക്ഷിതാക്കൾ പലരും എത്താൻ കുറച്ചുകൂടെ വൈകി. അതുകൊണ്ട് നമുക്ക് സമയം വൈകിപ്പോയി. മഗ്‌രിബിനോട് കൂടി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നായിരുന്നു നമ്മൾ നിശ്ചയിച്ചത്. ഏതായാലും ഇനി 2-3 ആളുകളുടെ ഫെസിലിറ്റേഷൻ മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷം അവാർഡ് ദാനങ്ങളാണ്. അപ്പോൾ ഇവിടെ PTA പ്രസിഡൻറ്റ് പറയുകയുണ്ടായി നമ്മുടെ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതേപോലെ തന്നെ നമ്മളുടെ ചെയർമാനും പറയുകയുണ്ടായി. നമുക്കറിയാം, ആ പഴയ ബേക്കൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ആ ക്യാമ്പസിൻ്റെ പഴയ ഇതൊക്കെ മാറി ഒരു വലിയൊരു ക്യാമ്പസായി നമ്മൾ വളർന്നിരിക്കുകയാണ്. മൂല്യാധിഷ്ഠിതമായ ഒരു ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളുടെ കാസർഗോഡ് ജില്ലയിൽ വേണമെന്നുള്ള ഒരു ശക്തമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ 13 വർഷത്തെ ഈ സ്കൂള്, അതിലൊരുപാട് സാമ്പത്തികമായും ശാരീരിക 1-2-3 ആളുകൾ ഇതിനുവേണ്ടി പരിത്യാഗം ചെയ്ത ഇബ്രാഹിം മാഷെ പോലെ, അതേപോലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെ ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ധാർമ്മികതയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ധാർമ്മികതയെ നിർത്തുന്നതോടൊപ്പം തന്നെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സ്കൂൾ ഈ ക്യാമ്പസ് ഒരു ഇംഗ്ലീഷ് കൾച്ചറൽ ഉണ്ടാക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് 2-5-6 പുതിയ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ കൾച്ചറും കൂടെ നമ്മൾക്ക് ഉണ്ടാക്കിയാൽ ഏകദേശം നമ്മളുടെ ഈ പരിപാടികളിൽ ഈ സ്കൂളിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കുറേ പറയുവാനുണ്ട്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അവസാനം മാർച്ച് ആകുമ്പോൾ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് പൈസ ഇതിനിട്ടുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ഉദ്യമം ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ സാധിക്കുമെന്നുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ട്, നിങ്ങളുടെ രക്ഷിതാക്കളുടെ സപ്പോർട്ട്, കുട്ടികളുടെ വളരെ നല്ല സപ്പോർട്ട്, എനിക്ക് വളരെ കുളിർമയേകുന്ന അനുഭവങ്ങളാണ്. ഞാനിവിടെ ആഴ്ചയിൽ 2-3 ദിവസം വരുമ്പോൾ നമ്മളുടെ കുട്ടികളെ കാണാൻ പറ്റുന്നത്. ആ പള്ളികളിലൊക്കെ പോയി ഞാൻ നിസ്കരിക്കാൻ വരുന്ന കുട്ടികൾ, ആ മുഴുവൻ ആൺകുട്ടികളും പെൺകുട്ടികളോട് അച്ചടക്കത്തോടു കൂടി ഒരു വലിയ ഒരു നല്ല ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന രീതിയിലുള്ളതായ നമ്മളുടെ കുട്ടികൾ അവർ വളരുകയാണ്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ. അതുപോലെ ഇവിടെയുള്ള അധ്യാപകന്മാർ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ തന്നെ നമ്മുടെ PRO, മാനേജർ എന്ന് വേണ്ട എല്ലാവരും നിരന്തരമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയും കൂടെ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഈ പരിപാടി അവസാനിക്കുന്നവരെ നിങ്ങളുണ്ടാവും നമ്മളുടെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഗസ്റ്റിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മളുടെ കുട്ടികളുടെ പ്രോഗ്രാമിന് മുൻഗണന കൊടുക്കുക, അവരുടെ പ്രോഗ്രാമുകൾ കണ്ട് ആസ്വദിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഗസ്റ്റിനെയും കൊണ്ടുവന്നിട്ടില്ല. ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് വേറെ പരിപാടി നമുക്ക് നടത്താം. ഏതായാലും എല്ലാവിധ ആശംസകളും തരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir, for your good words.